എഞ്ചിനീയറിംഗിൻ്റെ ഹൈവേ മെറ്റീരിയൽസ് എന്നുള്ള പോർഷൻ്റെ കണ്ടിന്യൂഷനാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അഗ്രിഗേറ്റ്സിനെ വരെ പറ്റിയൊക്കെ പറഞ്ഞായിരുന്നു. അഗ്രിഗേറ്റ്സിൻ്റെ പ്രോപ്പർട്ടീസും സ്പെസിഫിക് ഗ്രാവിറ്റി, അതിനകത്ത് ടെസ്റ്റുകൾ, അതെല്ലാം നമ്മൾ പറഞ്ഞായിരുന്നു. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ബിറ്റുമിൻ എന്നുള്ള മെറ്റീരിയലിനെ പറ്റിയിട്ടാണ്. റോഡ് കൺസ്ട്രക്ഷൻ യൂസ് ചെയ്യുന്ന ബിറ്റുമിൻ എന്നുള്ള മെറ്റീരിയലിനെ പറ്റിയിട്ട് നമ്മളിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റുമിൻ്റെ ടെസ്റ്റിൽ ഫസ്റ്റ് വരുന്നൊരു ടെസ്റ്റാണ് ബിറ്റുമിൻ അഡ്ഹെഷൻ ടെസ്റ്റ്. അഡ്ഹെഷൻ എന്താണെന്നറിയാമല്ലോ, അഡ്ഹെഷൻ. പിന്നെ വേറെ അതുപോലെ തന്നെ വരുന്ന ടേം ഏതാണ്? കൊഹീഷൻ. കൊഹീഷൻ എന്താണ്? ബിറ്റ്വീൻ സെയിം പാർട്ടിക്കിൾസ് അല്ലേ, അട്രാക്ഷൻ ബിറ്റ്വീൻ സെയിം പാർട്ടിക്കിൾസ് ആണ് കൊഹീഷൻ എന്ന് പറയുന്നത്. അഡ്ഹെഷൻ എന്ന് പറഞ്ഞാലോ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ് അല്ലേ. അഡ്ഹെഷൻ എന്ന് പറഞ്ഞാൽ അട്രാക്ഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് പാർട്ടിക്കിൾസ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ബിറ്റുമിൻ അഡ്ഹെഷൻ ടെസ്റ്റിൽ നമ്മൾ അഡ്ഹെറിങ് കപ്പാസിറ്റി ഓഫ് ബിറ്റുമിൻ ആണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അഡ്ഹെറിങ് കപ്പാസിറ്റി ഓഫ് ബിറ്റുമിൻ വിത്ത് ഹും? വിത്ത് അഗ്രിഗേറ്റ്സ്. അഗ്രിഗേറ്റുമായിട്ട് നമുക്കിപ്പോൾ ഒരു ബിറ്റുമിൻ ഉണ്ട്, അതിനകത്ത് അവന് എത്ര അഡ്ഹെറൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളിതിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാറ്റിക് ഇമേർഷൻ ടെസ്റ്റാണ് ചെയ്യുന്നത്. അതായത് ഈ ബിറ്റുമിൻ കോട്ടഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സിനെ നമ്മളൊരു പ്രത്യേകിച്ചിട്ടൊരു വാട്ടർ ബാത്ത് പോലെ ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് എത്ര ബിറ്റുമിൻ സ്ട്രിപ്പ് ഓഫ് ചെയ്ത് പോയി, അങ്ങനെ ഒരു സ്റ്റാറ്റിക് ഇമേർഷൻ ടെസ്റ്റാണ് നമ്മളിത് ചെയ്യുന്നത്. സാധാരണ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈസിയും സിമ്പിളും ആയിട്ടൊരു ടെസ്റ്റാണിത്. ഓക്കെ, IRCയുടെ സ്ട്രിപ്പിംഗ് വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത്, IRC സ്പെസിഫൈ ചെയ്യുന്ന സ്ട്രിപ്പിംഗ് വാല്യൂ ഓഫ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ, സ്ട്രിപ്പിംഗ് വാല്യൂ ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ഗ്രേറ്റർ ദാൻ 5% എന്നാണ്. ഓക്കെ, അപ്പോൾ സ്ട്രിപ്പിംഗ് വാല്യൂ എത്രയിൽ കൂടാൻ പാടില്ല? 5% കൂടാൻ പാടില്ല. ഏത് ടൈപ്പ് ഓഫ് സർഫസ് സ്ട്രെസ്സിങ്ങിലായിരിക്കും? അല്ലെങ്കിൽ ബിറ്റുമിൻ യൂസ് ചെയ്യുമ്പോൾ ബിറ്റുമിൻ നമ്മൾ സർഫസ് സ്ട്രെസ്സിങ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ കോൺക്രീറ്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽസ് ലേ ചെയ്തിട്ട്, അഗ്രിഗേറ്റ്സ് ഒക്കെ ലേ ചെയ്തിട്ട് നമ്മൾ സർഫസിൽ ബിറ്റുമിൻ സർഫസ് സ്ട്രെസ്സിങ് കൊടുക്കത്തില്ലേ? അപ്പോൾ ബിറ്റുമിൻ സർഫസ് സ്ട്രെസ്സിങ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ അഗ്രിഗേറ്റ്സ് എടുത്ത് നമ്മൾ സ്ട്രിപ്പിംഗ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 5%. കൂടുതൽ സ്ട്രിപ്പ് ഓഫ് ചെയ്ത് പോകാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ പെനട്രേഷൻ മക്കാഡാം, ഓക്കെ, പെനട്രേഷൻ മക്കാഡാം അല്ലെങ്കിൽ ബിറ്റുമിനസ് മക്കാഡാം കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ, പെനട്രേഷൻ മക്കാഡാം അല്ലെങ്കിൽ ബിറ്റുമിനസ് മക്കാഡാം കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ അഗ്രിഗേറ്റ്സിനെ നമ്മൾ എന്ത് ചെയ്യും? വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിടും, വാട്ടർ ബാത്തിൽ. ആ വാട്ടർ ബാത്തിൻ്റെ ടെമ്പറേച്ചർ എത്ര ആയിട്ടായിരിക്കും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? 40 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടായിരിക്കും. 24 hours ഇമേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രിപ്പിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ടേംസ് പറഞ്ഞു, പെനട്രേഷൻ മക്കാഡാം, ബിറ്റുമിനസ് മക്കാഡാം, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊക്കെ എന്താ? ഒരു ഡൗട്ട് വരും അല്ലേ? ഓക്കെ, അപ്പം നമ്മൾ പെനട്രേഷൻ മക്കാഡാമിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പം ഈ പെനട്രേഷൻ മക്കാഡാം എന്ന് പറയുമ്പം, ഈ പെനട്രേഷൻ മക്കാഡാം എന്ന് പറഞ്ഞാൽ പെനട്രേറ്റ് ചെയ്ത് പോവുക. ബിറ്റുമിൻ എന്ത് ചെയ്താൽ പെനട്രേറ്റ് ചെയ്ത് പോവുക. അപ്പം നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ്സ് ഒക്കെ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്തിട്ട് കോമ്പാക്ട് ചെയ്ത് ഡ്രൈ ചെയ്ത് വെക്കും. ഓക്കെ, ഇനി അതിനകത്തോട്ട് എന്ത് ചെയ്യും? ഹോട്ട് ബിറ്റുമിൻ ബൈൻഡറിനെ എന്ത് ചെയ്യും? സ്പ്രേ ചെയ്യും ഈ അഗ്രിഗേറ്റ്സിൻ്റെ മുകളിലോട്ട്. അപ്പോൾ ഈ ബൈൻഡർ എന്ത് ചെയ്യും? പെനട്രേറ്റ് ചെയ്ത് പോകും, വോയിഡ്സിൽ കൂടെ പെനട്രേറ്റ് ചെയ്ത് പോയിട്ട് ഒരു കോമ്പാക്റ്റഡ് അഗ്രിഗേറ്റ് ഒരു മിക്സ്ചർ ആക്കിയിട്ട് മാറ്റും. നല്ല അതിനകത്തോടെ പെനട്രേറ്റ് ചെയ്ത് പോയി അഗ്രിഗേറ്റ്സിനെയൊക്കെ ബൈൻഡ് ചെയ്ത് ഒരു മാസാക്കി മാറ്റും. അതിനാണ് എന്ത് പറയുന്നത്? പെനട്രേഷൻ മക്കാഡാം എന്ന് പറയുന്നത്. പെനട്രേഷൻ മക്കാഡാം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തതാണ് ബിറ്റുമിനസ് മക്കാഡാം, BM. ബിറ്റുമിനസ് മക്കാഡാം എന്ന് പറയുമ്പോഴത്തേനും ഈ ബിറ്റുമിനസ് മക്കാഡാമത്തിൽ ക്രഷ്ഡ് അഗ്രിഗേറ്റ്സും ബിറ്റുമിനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബിറ്റുമിൻ ബൈൻഡറായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് ഈ ക്രഷ്ഡ് അഗ്രിഗേറ്റ്സിനെയും ബിറ്റുമിനെയും നമ്മൾ എന്ത് ചെയ്യും? ഹീറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ ഹോട്ട് മിക്സ് പ്ലാന്റുകളൊക്കെ ഉണ്ടല്ലോ, ഹോട്ട് മിക്സ് പ്ലാന്റ് ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്ത് കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? മെക്കാനിക്കൽ പേവർ, ഇതുപോലുള്ള മെക്കാനിക്കൽ പേവർ വെച്ചിട്ട് പേവ് ചെയ്ത് റോളർ വെച്ചിട്ടൊക്കെ കോമ്പാക്ട് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? ബിറ്റുമിനസ് മക്കാഡാം എന്ന് പറയുന്നത്. അപ്പം പെനട്രേഷൻ മക്കാഡാമും ബിറ്റുമിനസ് മക്കാഡാമും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഓക്കെ, അപ്പോൾ അടുത്തത് നമ്മൾ പറയുന്നത് ബിറ്റുമിനസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ബിറ്റുമിനസ് മെറ്റീരിയൽസ് ഏതൊക്കെയാണ്? ബിറ്റുമിൻ, അസ്ഫാൾട്ട്, പിന്നെ ടാറ്, കട്ട് ബാക്ക്, എമൽഷൻ. ഈ 5 ബിറ്റുമിനസ് മെറ്റീരിയൽസ് ഉണ്ട്. ഇതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് പഠിക്കണം. ഓക്കെ, ഒന്നാമത്തെ നോക്കി, ബിറ്റുമിൻ. ബിറ്റുമിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹൈഡ്രോ കാർബൺ ആണ്. ഹൈഡ്രോ കാർബൺ എന്ന് പറയുമ്പോൾ അറിയാലോ, ഹൈഡ്രജനും കാർബണും വരുന്ന ഓരോരോ കോമ്പിനേഷനാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഈ ബിറ്റുമിനെ നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം.
നമ്മുടെ FB എന്ന് ഓർത്താൽ മതി, ഫേസ്ബുക്ക്. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബിറ്റുമിൻ കിട്ടും. ഓക്കെ, അപ്പം ബിറ്റുമിൻ എങ്ങനെ കിട്ടും? ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ ഓഫ് പെട്രോളിയം വഴി കിട്ടുന്ന ഒരു ഹൈഡ്രോ കാർബൺ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെയൊക്കെ കിട്ടാം? നാച്ചുറലി കിട്ടാം, അല്ലെ ആർട്ടിഫിഷ്യലി കിട്ടാം. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഫസ്റ്റിലത്തെ മെറ്റീരിയൽ ബിറ്റുമിൻ കഴിഞ്ഞു. ഇനി അടുത്ത എന്താ? അസ്ഫാൾട്ട്. ഓക്കെ, അസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ബിറ്റുമിനകത്ത് തന്നെ കുറച്ച് ഇനേർട്ട് മിനറൽസ് ആഡ് ചെയ്യുകയാണ്. അസ്ഫാൾട്ട് ഈക്വൽ ടു ബിറ്റുമിൻ പ്ലസ് സം ഇനേർട്ട് മിനറൽസ്. ഓക്കെ, അപ്പോൾ അസ്ഫാൾട്ട് ക്ലിയർ ആയല്ലോ. ബിറ്റുമിൻ്റെ അകത്തൂടെ കുറച്ച് ഇനേർട്ട് മിനറൽ ചേർക്കുക. എന്ന് ഓർത്താൽ മതി. അസ്ഫാൾട്ടിനകത്ത് എന്തുണ്ട്? ഇനേർട്ട് മിനറൽ ഉണ്ട്. ഓക്കെ, അതിനെ നമുക്കൊരു സ്റ്റെബിലൈസ്ഡ് ബിറ്റുമിൻ എന്ന് വേണമെങ്കിലും പറയാം. എന്തെന്ന് പറയാം? സ്റ്റെബിലൈസ്ഡ് ബിറ്റുമിൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ്? ഇനേർട്ട് മെറ്റീരിയൽസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അവൻ കുറച്ചുകൂടെ സ്റ്റേബിൾ ആവും അല്ലേ? അപ്പോൾ അതിനെ നമുക്കൊരു സ്റ്റെബിലൈസ്ഡ് ബിറ്റുമിൻ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഇനി അടുത്തത് ടാർ. മൂന്നാമത്താണ് ടാർ. ടാർ എന്ന് പറഞ്ഞാൽ അതൊരു വിസ്കസ് ലിക്വിഡാണ്. നമ്മൾ പണ്ടൊക്കെ റോഡ് ടാർ ചെയ്യാന്നാണ് പറയുന്നത് അല്ലേ? അപ്പം ടാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വിസ്കസ് ലിക്വിഡാണ്. അതായത് വിസ്കോസിറ്റി ഉള്ള ലിക്വിഡാണ്. നമ്മുടെ ഹണിയൊക്കെ പോലെ കുറച്ച് വിസ്കോസിറ്റി ഉണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് സ്പീഡിൽ ഒഴുകത്തില്ല. ഓക്കെ, ഇതിനെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ഫ്രം നാച്ചുറൽ ഓർഗാനിക് മെറ്റീരിയൽസ്. നമ്മുടെ നേച്ചറിലുള്ള ഓർഗാനിക് മെറ്റീരിയൽസിൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ടാർ. അപ്പോൾ എന്തൊക്കെയാണ് നാച്ചുറലുള്ള ഓർഗാനിക് മെറ്റീരിയൽസ്? വുഡ്, കോള്, ഇതൊക്കെ ഇല്ലേ? അപ്പോൾ ഈ വുഡിൽ നിന്നും കോളയൊക്കെ, അതിനെയൊക്കെ വുഡ്, കോള ഇതുപോലുള്ള സാധനങ്ങളെ ഡിസ്ട്രക്റ്റീവ്ലി ഡിസ്റ്റിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഇൻ ദ ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, അപ്പം വുഡ് എടുക്കും, കോൾ എടുക്കും, എന്നിട്ട് എന്ത് ചെയ്യും? ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ചെയ്യും. എയറിൻ്റെ പ്രസൻസിലാണോ? അല്ല, ആബ്സെൻസ് ഓഫ് എയർ. ഓക്കെ, ആബ്സെൻസ് ഓഫ് എയറിൽ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാർ കിട്ടും. ഓക്കെ, അപ്പം ടാർ എങ്ങനെയാണ് കിട്ടുന്നത്? DT എന്നോ അല്ല ഓർത്താൽ മതി. ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വഴിയാണ് നമുക്ക് ടാർ കിട്ടുന്നത്. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തെന്താ? കട്ട് ബാക്ക്. നാലാമത് നമ്മൾ പഠിക്കാൻ പോകുന്ന കട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ എന്താ? വിസ്കോസിറ്റി ഓഫ് ബിറ്റുമിൻ ഈസ് റെഡ്യൂസ്ഡ് ബൈ വോളറ്റൈൽ ഡൈലുവൻ. അപ്പോൾ ഈ ബിറ്റുമിൻ ഒത്തിരി വിസ്കസ് ആണെങ്കിൽ നമ്മൾ അതിനകത്തോട്ട് വോളറ്റൈലായിട്ടുള്ള ഡൈലുവൻസ് ആഡ് ചെയ്യും. ഓക്കെ, ഡൈല്യൂട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ ആഡ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കട്ട് ബാക്ക് കിട്ടുന്നത്. കട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ വെള്ളം പോലെ ഇരിക്കും, അധികം കട്ടിയൊന്നും കാണത്തില്ല. ഓക്കെ, ഇനി അടുത്തതാണ് എമൽഷൻ. എന്താണ് എമൽഷൻ? നമ്മൾ കെമിസ്ട്രിയിലൊക്കെ എമൽഷൻ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെ എമൽഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റുമിൻ ഈസ് സസ്പെൻഡഡ് ഇൻ ഫൈൻലി ഡിവൈഡഡ് കണ്ടീഷൻ ഇൻ അക്വസ് മീഡിയം ആൻഡ് സ്റ്റെബിലൈസ്ഡ് വിത്ത് എമൾസിഫയർ. എമൽഷൻ വേണമെങ്കിൽ എന്ത് വേണം? എമൾസിഫയർ വെച്ചിട്ട് സ്റ്റെബിലൈസ് ചെയ്യണം. അതുപോലെ തന്നെ ബിറ്റുമിൻ എന്തായിരിക്കണം? ബിറ്റുമിൻ സസ്പെൻഡഡ് ഫോമിലായിരിക്കണം. ഓക്കെ, സസ്പെൻഡഡ് ഫോമിൽ ഫൈൻലി ഡിവൈഡഡ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഫൈനലി ഡിവൈഡഡ് കണ്ടീഷനിലായിരിക്കും. ഇതൊരു അക്വസ് മീഡിയം ആയിരിക്കും. ഓക്കെ, ഇതൊരു അക്വസ് മീഡിയം ആയിരിക്കും. അതിനകത്തൊരു എമൾസിഫയർ ആണ് അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ 5 ഫോംസിലാണ് നമുക്ക് ബിറ്റുമിനെ കാണാൻ സാധിക്കുക. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ടെസ്റ്റ്. ബിറ്റുമിനിൽ ചെയ്യുന്ന ടെസ്റ്റുകളെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ടെസ്റ്റ് നോക്കിയേ. ഒന്നാമത്തെ ടെസ്റ്റിൻ്റെ പേരാണ് പെനട്രേഷൻ ടെസ്റ്റ്. ഓക്കെ, നമ്മളൊക്കെ ലാബിൽ ചെയ്തിട്ടുണ്ട് പെനട്രേഷൻ ടെസ്റ്റ് അല്ലേ? അപ്പോൾ ഈ പെനട്രേഷൻ ടെസ്റ്റിൽ എന്താണ് ചെയ്യുന്നത്? ഇതിനകത്ത് ഇറ്റ് ഡിറ്റർമിൻസ് ദ ഹാർഡ്നെസ് ഓർ സോഫ്റ്റ്നെസ് ഓഫ് ബിറ്റുമിൻ. ഓക്കെ, നമ്മുടെ ബിറ്റുമിന് ഹാർഡാണോ അല്ലെങ്കിൽ സോഫ്റ്റ് ആണോ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എവിടാണ്? പെനട്രേഷൻ ടെസ്റ്റിലാണ്. ഓക്കെ, ഇനി ഇറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ ദ ഡെപ്ത് ഇൻ ടെൻസ് ഓഫ് എ millimeter to which standard loaded needed will penetrate vertically in 5 seconds. അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതിനകത്ത് ഒരു ഡെപ്ത് നമ്മൾ മെഷർ ചെയ്യും. അതായത് ഇങ്ങനെ ഒരു ഡെപ്ത് ആയിരിക്കും നമ്മളിതിൽ മെഷർ ചെയ്യുക. ഡെപ്ത് ഇൻ ടെൻസ് ഓഫ് എ millimeter, അതായത് 1 millimeterൻ്റെ 1/10 വരത്തക്ക വിധത്തിലാണ് നമ്മൾ ഡെപ്ത് മെഷർ ചെയ്യുക. ഓക്കെ,
വിച്ച് എ സ്റ്റാൻഡേർഡ് ലോഡഡ് നീഡിൽ, ഈ നീഡിൽ ഒരു പ്രത്യേക വിധത്തിൽ നമ്മൾ മേളിൽ ലോഡ് ചെയ്ത് ഒരു വെയിറ്റ് ഒക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, സ്റ്റാൻഡേർഡ് ലോഡഡ് നീഡിൽ വിൽ പെനട്രേറ്റ് വെർട്ടിക്കലി ഇൻ 5 സെക്കൻഡ്സ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ലോഡഡ് നീഡിൽ 5 സെക്കൻഡിൽ എത്ര പെനട്രേറ്റ് ചെയ്യും, അതിനെ 1/10 mm ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണ് എങ്ങനെ ചെയ്യുന്നത്, ഈ സ്റ്റാൻഡേർഡ് പെനട്രേഷൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവിടെ എന്ത് ചെയ്യും, സാമ്പിളിനെ ഒരു ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ സാമ്പിൾ എന്ന് പറയുന്നത് എപ്പോഴും 25 ഡിഗ്രി വാട്ടർ ബാത്തിലായിരിക്കും വെച്ചേക്കുക. ഓക്കെ, ഒരു ടെമ്പറേച്ചർ ആ 25 ഡിഗ്രി അനുസരിച്ചിട്ട് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യും. ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ 25 ഡിഗ്രിയിൽ തന്നെ നമ്മളതിനെ നിലനിർത്തും. ഓക്കെ, ഇനി ടോട്ടൽ വെയിറ്റ് ഓഫ് നീഡിൽ അസംബ്ലി എന്ന് പറയുന്നത് 100 gram ആയിരിക്കും. അതായത് ഇതിൻ്റെ മേളിൽ ഒരു 100 gram കൊടുത്തിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നമ്മൾ പ്രൊസീഡ് ചെയ്ത് പോവുക. ഓക്കെ, ഇനി ഗ്രേഡിംഗ് ഓഫ് ബിറ്റുമിൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഗ്രേഡിംഗ് ഓഫ് ബിറ്റുമിൻ ഈസ് ഡൺ യൂസിങ് ദിസ് ടെസ്റ്റ് വാല്യൂ. ഓക്കെ, ദിസ് ടെസ്റ്റ് വാല്യൂ എന്നാണ് കിടക്കുന്നത്. അപ്പം നമുക്ക് ഗ്രേഡിംഗ് ഓഫ് ബിറ്റുമിൻ കണ്ടുപിടിക്കാൻ വേണ്ടി, നമ്മുടെ ബിറ്റുമിൻ ഏത് ഗ്രേഡാണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഗ്രേഡിംഗ് കണ്ടുപിടിച്ചു. ഒരു 80/100 എന്ന് പറഞ്ഞാൽ എന്താ, റേഞ്ച് 80/100 ആണ്. ആ ഒരു നമ്മൾ പെനട്രേഷൻ്റെ റേഞ്ച് 80/100 ആണ് എപ്പോഴും സ്റ്റാൻഡേർഡ് ടെസ്റ്റ് കണ്ടീഷൻ വരുമ്പം. ഓക്കെ, 80/100 ഇങ്ങനെയൊക്കെ നമ്മൾ പെനട്രേഷനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 80 to 100 ഇടയിലായിരിക്കും പെനട്രേഷൻ വരിക. ഇനി നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന, കോമൺലി യൂസ് ചെയ്യുന്ന ബിറ്റുമിനിൻ്റെയൊക്കെ എന്തായിരിക്കും പെനട്രേഷൻ റേഞ്ച് എന്ന് പറയുന്നത് 30 to 40ക്കും 80 to 100നും ഇടയിലായിരിക്കും. അതായത് ഒരു 30നും 40നും ഇടയിൽ, ഒരു 35ഓ 33ഓ ഒരു 80നും 100നും ഇടയിലുള്ള വാല്യൂസ് ഒക്കെ ആയിരിക്കും നമ്മൾ സാധാരണ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽസിൻ്റെ പെനട്രേഷൻ വാല്യൂ. ഓക്കെ, ഇനി നമ്മൾ ഹോട്ട് ക്ലൈമറ്റ് ആണ്, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ, ഓക്കെ, നല്ല ചൂടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ പെനട്രേഷൻ വാല്യൂ കുറവുള്ള ഗ്രേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് 30 to 40 ഗ്രേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഹോട്ട് ക്ലൈമറ്റ് ആണ്. ഹോട്ട് ക്ലൈമറ്റ് ആകുമ്പോൾ പിന്നെ അത് ഒത്തിരി എന്ത് ചെയ്തു പോവും, അലിഞ്ഞലിഞ്ഞ് പോവും അല്ലേ, നല്ല ഇങ്ങനെ സോഫ്റ്റായി ലിക്വിഡായിട്ട് പോവും. അതുകൊണ്ട് പെനട്രേഷൻ വാല്യൂ കുറവുള്ള 30 to 40 ഗ്രേഡ് വിറ്റമിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ചോദിക്കാൻ വേണേ, ഹോട്ട് ഗ്രേഡ്സിൽ ഏത് പെനട്രേഷൻ വാല്യൂ ഉള്ള വിറ്റമിൻസ് ആണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുക ഓപ്ഷൻ തന്നിട്ട്. ഇനി അടുത്തത് സോഫ്റ്റ് റോട്ടാറിനൊക്കെ ആണെങ്കിൽ, അതായത് സോഫ്റ്റായിട്ട് റോട്ടാറിന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പെനട്രേഷൻ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, സോഫ്റ്റ് റോട്ടാറൊക്കെ ആണെങ്കിൽ, നമ്മൾ റോട്ടാർ നമ്മൾ ചെയ്യുന്ന ടാറൊക്കെ എന്താണ്, റോഡ് സർഫസ് ഒക്കെ നല്ല സോഫ്റ്റ് ആണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പെനട്രേഷൻ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, അപ്പം പെനട്രേഷൻ ടെസ്റ്റിൻ്റെ കാര്യങ്ങൾ ഏകദേശം ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്ന ടെസ്റ്റാണ് ഡക്റ്റിലിറ്റി ടെസ്റ്റ്. ഡക്റ്റിലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലാബിലൊക്കെ ചെയ്തിട്ടുണ്ടോ, ഓർക്കുന്നുണ്ടോ? ഇതുപോലൊരു സ്പെസിമിനകത്ത് നമ്മൾ ബിറ്റുമിനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റേറ്റിൽ 2 സൈഡിലും ഇങ്ങനെ വലിക്കും. ബ്രിക്കറ്റ് അപ്പാരറ്റസ് എന്നൊക്കെ അതിന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൽ ഈ ഡക്റ്റിലിറ്റി ടെസ്റ്റിൽ ഡക്റ്റിലിറ്റി എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ദ ഡിസ്റ്റൻസ് ഇൻ സെൻറ്റിമീറ്റർ ടു വിച്ച് എ സ്റ്റാൻഡേർഡ് ബ്രിക്വറ്റ് ഓഫ് bitumen can be stretched before the thread breaks. Okay, bitumen can be എന്നാണ്, bitumen can be stretched before the thread breaks. അതായത് നമ്മൾ ഇതുപോലെ ഈ ബ്രിക്കറ്റ് അപ്പാരറ്റസിനകത്ത് ഇവിടെ കൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ബിറ്റുമിനെ ഫില്ല് ചെയ്യും. ഈ ഏരിയയ്ക്കകത്ത് ഉണ്ടോ, ഇവിടെ നമ്മൾ ബിറ്റുമിനെ ഫില്ല് ചെയ്തിട്ട്, ഓക്കെ, ഇങ്ങനെ ഫില്ല് ചെയ്ത് ഫുൾ ത്രോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് ടാമ്പ് ചെയ്തൊക്കെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ അത് എടുക്കുന്നത്. ഓക്കെ, അപ്പം എന്താണ്, നമ്മൾ ഈ ഒരു എന്താ സ്പെസിമെനെ നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 സൈഡിൽ നിന്നും ടെൻഷൻ കൊടുത്തിട്ട് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ സ്ട്രെച്ച് ചെയ്യുമ്പം ഇവൻ ബ്രേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തു, അത് സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ടെസ്റ്റ് കണ്ടീഷൻ അറൗണ്ട് 27 ഡിഗ്രി സെൽഷ്യസ് ആയിട്ടാണ് നമ്മൾ വെക്കുന്നത്. ആ റേറ്റ് ഓഫ് പുൾ എന്ന് പറയുന്നത് 50 mm per minute ആയിരിക്കും. 50 mm എന്ന് പറയുമ്പോൾ എത്ര, 5 സെൻറ്റിമീറ്റർ. ഓക്കെ, 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 5 സെൻറ്റിമീറ്റർ വരത്തക്ക വിധത്തിലാണ് നമ്മളതിനെ പുള്ള് ചെയ്യുന്നത്. ആ റേറ്റിലാണ് പുള്ള് ചെയ്യുന്നത്. ഇനി നമ്മുടെ ക്രോസ് സെക്ഷൻ അറ്റ് മിനിമം വിഡ്ത്ത് ഓഫ് സ്പെസിമെൻ, അതായത് നമുക്ക് ഈ മിനിമം വിഡ്ത്ത് ഓഫ് സ്പെസിമെൻ വരുന്ന ഏരിയ എവിടെയാണ്? ഈ ഏരിയ അല്ലേ, ഇത് കണ്ടോ ഈ ഏരിയ. അപ്പോൾ ആ ഏരിയയിലെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ആ ഏരിയയിലെ ക്രോസ് സെക്ഷൻ വന്ന് 10 mm by 10 mm, അല്ലെങ്കിൽ എത്രയാണ്, 1 cm by 1 cm ആണ്. ഓക്കെ, ഇറ്റ് മെഷേഴ്സ് ദ അഡസീവ്നെസ് ആൻഡ് ഇലാസ്റ്റിസിറ്റി ഓഫ് ബിറ്റുമിൻ. ഇവിടെ എന്ത് മെഷർ ചെയ്യും? അഡ്ഹസീവ്നെസ്സും മെഷർ ചെയ്യും, ബിറ്റുമിൻ്റെ ഇലാസ്റ്റിസിറ്റിയും മെഷർ ചെയ്യും.
ഓക്കെ, ഇതിൻ്റെ ഡിസൈറബിൾ വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ് ഈ ഡക്റ്റിലിറ്റിയുടെ ഡിസൈറബിൾ വാല്യൂ എന്ന് പറഞ്ഞ് വരുന്നത്. ഓക്കെ, അപ്പം ഡക്റ്റിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ ബ്രിക്വറ്റ് ടെസ്റ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതിക്കോണം കേട്ടോ. ബ്രിക്വറ്റ്, BRIQUETTE, ബ്രിക്വറ്റ് ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും. ഓക്കെ, അല്ല ബ്രിക്വറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നാ ടെസ്റ്റാണ്, ഡക്റ്റിലിറ്റി ടെസ്റ്റാണ്, അങ്ങനെ മാച്ച് ചെയ്യാനൊക്കെ വേണേൽ ക്വസ്റ്റ്യൻ വരാം. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിസ്കോസിറ്റി ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. ഓക്കെ, വിസ്കോസിറ്റി ടെസ്റ്റ്. വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ കൺസിസ്റ്റൻസിനെ പറ്റി പറയുന്ന ഒരു ജനറൽ ടൈം ആണ് അല്ലേ വിസ്കോസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ എന്താ? നമ്മൾ അത്ര കൺസിസ്റ്റൻ്റ് ആണ്, അങ്ങനെയൊക്കെയാണ് ജനറൽ ടൈമാണ്. കൺസിസ്റ്റൻസിയെ പറ്റി പറയുന്ന ഒരു ജനറൽ ടൈമാണ് വിസ്കോസിറ്റി. അപ്പം ഈ വിസ്കോസിറ്റിയിൽ എന്താണ് മെഷർ ചെയ്യുക? ഇറ്റ് മെഷേഴ്സ് ദ റെസിസ്റ്റൻസ് ഓഫ് ഫ്ലോ അല്ലേ, ആ ഫ്ലോയ്ക്കുള്ള ആ ഒരു റെസിസ്റ്റൻസ് ആണ് അവൻ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ, ഇതുപോലുള്ള ഓറിഫൈസ് ടൈപ്പ് വിസ്കോമീറ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഓറിഫൈസ് എന്ന് പറയുമ്പോൾ എന്താ? ഇതുപോലെ ലാർജ് ഏരിയ വന്ന് ഒരു ലോവർ ഏരിയയിലോട്ട് പോകുന്ന ഓറിഫൈസ് ടൈപ്പ് വിസ്കോമീറ്റർ ആണ് നമ്മൾ വിസ്കോസിറ്റി മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനകത്ത് വിസ്കോസിറ്റി എങ്ങനെ മെഷർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് സെക്കൻഡ്സ് റിക്വയർഡ് ഫോർ 50 ml ഓഫ് മെറ്റീരിയൽ ടു ഫ്ലോ ത്രൂ ആൻ ഓറിഫൈസ് ഓഫ് സ്പെസിഫൈഡ് സൈസ് അറ്റ് സ്പെസിഫൈഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു സാമ്പിൾ എടുക്കും, എന്നിട്ട് എൻ്റെ ഒരു 50 ml സാമ്പിൾ എടുക്കും. സാമ്പിൾ എടുത്തിട്ട് ഇതിനകത്ത് കയറ്റി വിടും. ഓക്കെ, ഇതിനകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്പർ ഓഫ് സെക്കൻഡ്സ് നമ്മൾ മെഷർ ചെയ്യും, ടൈം മെഷർ ചെയ്യും. എന്തിനാ? ഈ 50 ml മെറ്റീരിയൽ ഈ ഓറിഫൈസിൽ കൂടെ ഫ്ലോ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള സമയം നമ്മൾ മെഷർ ചെയ്യും. ഇതെപ്പോൾ ഒരു സ്പെസിഫൈഡ് ടെമ്പറേച്ചറിൽ നമ്മൾ കീപ്പ് ചെയ്തിരിക്കും. ഓക്കെ, അപ്പം ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്? സ്യൂട്ടബിൾ ടു ടെസ്റ്റ് കട്ട് ബാക്സും ടാറും. ഓക്കെ, നമ്മൾ കട്ട് ബാക്കിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വോളറ്റൈൽ ഡൈലുവൻ്റ് ഒക്കെ ആഡ് ചെയ്യുന്ന കട്ട് ബാക്ക്, പിന്നെ ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ വേണ്ടി കിട്ടുന്ന ടാറ്. അപ്പോൾ ഇതിനൊക്കെ ഈ കട്ട് ബാക്കിൻ്റെയും ടാറിൻ്റെയും ഒക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വിസ്കോസിറ്റി ടെസ്റ്റ് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 10 mm ഓറിഫൈസ് വിസ്കോമീറ്ററാണ് യൂസ് ചെയ്യുക. 10 mm എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ ഉള്ള ഓറിഫൈസ് വിസ്കോമീറ്ററാണ് നമ്മളതിൽ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ വിസ്കോസിറ്റി ടെസ്റ്റ്. അടുത്തതാണ് ഫ്ലോട്ട് ടെസ്റ്റ്. ഫ്ലോട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും ഇതൊരു കൺസിസ്റ്റൻസി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെസ്റ്റാണ് ഫ്ലോട്ട് ടെസ്റ്റ്. ഓക്കെ, ഇതെങ്ങനെ യൂസ് ചെയ്യുന്നത്? ദ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ഫോർ ദോസ് ബിറ്റുമിനസ് മെറ്റീരിയൽസ് ഫോർ വിച്ച് നൈദർ ഒറിഫൈസ് വിസ്കോമീറ്റർ നോർ പെനട്രേഷൻ ടെസ്റ്റ് കുഡ് ബി യൂസ് ടു ഡിഫൈൻ ദ കൺസിസ്റ്റൻസി ഓഫ് മെറ്റീരിയൽ. അപ്പോൾ എനിക്കൊരു ബിറ്റുമിനസ് മെറ്റീരിയൽ ഉണ്ട്. എൻ്റെ ആ ബിറ്റുമിനസ് മെറ്റീരിയലിൽ എനിക്ക് ഓറിഫൈസ് വിസ്കോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, ഓറിഫൈസ് വിസ്കോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പെനട്രേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം പെനട്രേഷൻ ടെസ്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ 2 ടെസ്റ്റും യൂസ് ചെയ്യാൻ പറ്റാത്ത കേസിലാണ് നമുക്ക് എന്താണ് ഫ്ലോട്ട് ടെസ്റ്റ് വെച്ചിട്ട് നമ്മൾ കൺസിസ്റ്റൻസി നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലോട്ട് ടെസ്റ്റിൽ എന്താ ചെയ്യുന്നത്? ദ ടൈം ടേക്കൺ ഇൻ സെക്കൻഡ്സ് ബൈ വാട്ടർ ടു ഫോഴ്സ് ഇറ്റ്സ് വേ ഇൻ ടു ഫ്ലോട്ട് ത്രൂ ദ ബിറ്റുമിൻ പ്ലഗ് ഈസ് നോട്ടഡ് ആസ് ദ ഫ്ലോട്ട് ടെസ്റ്റ് വാല്യൂ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു സാമ്പിളുണ്ട്, ഒരു പാത്രം പോലൊരു സാധനമുണ്ട്, ഇതിനകത്തൊരു പ്ലഗ് പോലൊരു സാധനമുണ്ട്. ഓക്കെ, ഒരു ബിറ്റുമിൻ്റെ ഒരു പ്ലഗ് പോലൊരു സാധനം. ആ സാധനത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ബിറ്റുമിനും ഇങ്ങനെ ഫില്ല് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ആ വാട്ടർ ബാത്തിൽ അതിനെ ഇറക്കി വെക്കും. ഓക്കെ, വാട്ടർ ബാത്തിൽ ഇറക്കി വെക്കുകയും കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ടെമ്പറേച്ചറൊക്കെ കൂടി കഴിഞ്ഞാൽ ബിറ്റുമിൻ സോഫ്റ്റ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? വാട്ടർ ഇതിനകത്തൂടെ പെനട്രേറ്റ് ചെയ്ത് താഴോട്ട് ഇറങ്ങും. ഓക്കെ, അപ്പോൾ ആ ടൈം എന്ത് ചെയ്യുക? നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക, ടൈം സെക്കൻഡിൽ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അതാണ് ഫ്ലോട്ട് ടെസ്റ്റിൽ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ആദ്യം ഇങ്ങനെ ഇരിക്കും, കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിങ്ങനെ പൊട്ടിപ്പോവും. ഓക്കെ, അപ്പം ടെസ്റ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ, അതായത് ഒത്തിരി ടൈം എടുക്കുന്നുണ്ട് ഈ വെള്ളം ഇതിനകത്തൂടെ പിയേഴ്സ് ചെയ്ത് പോകാനെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മെറ്റീരിയൽ എന്ത് മെറ്റീരിയലാണെന്ന് പറയാം? സ്റ്റിഫ് മെറ്റീരിയലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇതെന്ത് മെറ്റീരിയലാണ്? സ്റ്റിഫർ മെറ്റീരിയലാണെന്ന് പറയാൻ സാധിക്കും. അടുത്തത് എന്താണ്? നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റാണ് ഇനിയും പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ സോയിലിനൊക്കെ പഠിച്ചിട്ടില്ലേ, G എന്നൊക്കെ പറഞ്ഞിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി. അതുപോലെ തന്നെ ഈ സ്പെസിഫിക് ഗ്രാവിറ്റി നമ്മൾ ടെസ്റ്റ് എന്തിനും യൂസ് ചെയ്യും? ബിറ്റുമിനിൽ യൂസ് ചെയ്യും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ്? ബിറ്റുമിനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി, ക്ലാസിഫൈയിങ് ബിറ്റുമിന് വേണ്ടിയിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റി യൂസ് ചെയ്യും. പിന്നെ ബിറ്റുമിനസ് മിക്സ് ഡിസൈൻ, നമ്മൾ കോൺക്രീറ്റിൻ്റെ ഒക്കെ മിക്സ് ഡിസൈൻ പഠിച്ചിട്ടില്ലേ, ഹയർ ഗ്രേഡ്സ് കോൺക്രീറ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി മിക്സ് ഡിസൈൻ ചെയ്യുന്ന നമ്മൾ പറഞ്ഞു. അതുപോലെ ബിറ്റുമിനസ് മിക്സ് ഡിസൈനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഈ സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. ഓക്കെ,
ഇനി പ്യുവർ ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച് എത്ര ആയിരിക്കും? ഒരു 1.02 to 0.97 ഒക്കെ ആയിരിക്കും പ്യുവർ ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി റേഞ്ച്. അത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1.02 എന്ന് പറയുമ്പോൾ അറൗണ്ട് 1ൻ്റെ വാല്യൂ തൊട്ടിട്ട് ഒരു 0.97 വരെ ആയിരിക്കും ഇവൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരിക. ഇതിനിടയിലായിരിക്കും പ്യുവർ ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി വരിക. ഓക്കെ, ഇനി കട്ട് ബാക്ക് ബിറ്റുമിൻ ആണെങ്കിലോ, നമ്മൾ ഡൈല്യൂട്ട് ചെയ്ത കട്ട് ബാക്ക് ബിറ്റുമിൻ ആണെങ്കിലോ വിൽ ഹാവ് ലോവർ വാല്യൂ ഡിപ്പെൻഡിങ് ഓൺ പ്രപ്പോർഷൻ. ആ കട്ട് ബാക്കിൻ്റെ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ പ്രപ്പോർഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ വാല്യൂ, ആ സ്പെസിഫിക് ഗ്രാവിറ്റിയുടെ വാല്യൂ കുറഞ്ഞിരിക്കും. ഓക്കെ, ടാറിനാണെങ്കിലോ ബിറ്റുമിന് നമ്മൾ പറഞ്ഞു 1.02 to 0.97 ആണെന്ന് പറഞ്ഞു. ടാർ കുറച്ചുകൂടെ വിസ്കസ് ആണ്, അതുകൊണ്ട് അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് 1.10 to 1.25 ആണ് ടാറിൻ്റെത്. 1ന് മേളിൽ ബിറ്റുമിനാകുമ്പോൾ 1.02 to 0.97, കുറച്ച് താഴെയാണ്. ക്ലിയർ ആയോ? അപ്പം സ്പെസിഫിക് ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റ്. ഓക്കെ, സോഫ്റ്റനിങ് പോയിന്റ് ടെസ്റ്റിന് നമുക്ക് റിംഗ് ആൻഡ് ബോൾ ടെസ്റ്റ് എന്ന് വേണേലും പറയാം. റിംഗ് ആൻഡ് ബോൾ ടെസ്റ്റ് എന്ന് വേണേലും പറയാം. ഓക്കെ, ഇനി ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ. ഈ സോഫ്റ്റനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. സോഫ്റ്റനിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സബ്സ്റ്റൻസ് അറ്റെയിൻസ് എ പർട്ടിക്കുലർ ഡിഗ്രി ഓഫ് സോഫ്റ്റനിങ്. അപ്പം നമുക്കിതുപോലൊരു ഇതുണ്ട്, ഒരു റിങ് പോലുണ്ട്, മോതിരം പോലൊരു സാധനമുണ്ട്. അതിനകത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ബിറ്റുമിൻ ഫില്ല് ചെയ്ത് വെക്കുവേ. ബിറ്റുമിൻ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിനെ വാട്ടർ ബാത്തിലൊക്കെ വെച്ച് കൂൾ ചെയ്ത് ഒരു സോൾട്ട് മാസ്സായിട്ട് എടുക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യും? ഇതുപോലെ നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? നമ്മൾ ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന ടെമ്പറേച്ചർ വേരി ചെയ്യുന്നതിനകത്തോട്ട് നമ്മൾ തെർമോമീറ്ററൊക്കെ ഇറക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവനെ ഇറക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കൂട്ടുക ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ കൂട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു ബോൾ വെച്ചിട്ടുണ്ടാകും. ഈ ബോള് ഇതിനകത്തൂടെ, ഈ സാമ്പിളിനകത്തൂടെ ട്രാവൽ ചെയ്ത് താഴോട്ട് വരും. ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന, ബോൾ ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന ആ ടെമ്പറേച്ചറാണ് നമ്മൾ സോഫ്റ്റനിങ് പോയിന്റ് ആയിട്ടൊക്കെ മെഷർ ചെയ്യുക. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച്, നമ്മളിവിടെ ടെമ്പറേച്ചറായിട്ടാണ് നമ്മൾ വാല്യൂ എടുക്കുക. ദ സബ്സ്റ്റൻസ് അറ്റെയിൻസ് എ പർട്ടിക്കുലർ ഡിഗ്രി ഓഫ് സോഫ്റ്റനിങ്. അപ്പോൾ ഏതോ ഒരു ടെമ്പറേച്ചറിൽ ഇതിൽ നമ്മൾ ഫില്ല് ചെയ്ത ബിറ്റുമിന് ഒരു പർട്ടിക്കുലർ ഡിഗ്രി ഓഫ് സോഫ്റ്റനിങ് ആയിട്ട് എന്ത് ചെയ്യും? ആ ബോൾ താഴോട്ട് വീഴും. ഓക്കെ, ആ ഒരു സ്പെസിഫിക് കണ്ടീഷൻസ് ഒക്കെയുണ്ട് നമ്മൾ ടെസ്റ്റിന് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഹാർഡ് ഗ്രേഡ് ബിറ്റുമിൻ ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ബിറ്റുമിൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ നല്ല ഹാർഡ് ഗ്രേഡ് ബിറ്റുമിൻ ആണെങ്കിൽ സോഫ്റ്റനിങ് പോയിന്റ് ഹയർ ആയിരിക്കും, അതായത് ടെമ്പറേച്ചർ നല്ല കൂടുതലായിരിക്കും. ഇനി സോഫ്റ്റ് ഗ്രേഡ് ബിറ്റുമിൻ ആണെങ്കിലോ നമുക്ക് ലോവർ സോഫ്റ്റനിങ് പോയിന്റ് ആയിരിക്കും. ടെമ്പറേച്ചർ കുറവാകുമ്പോഴേ ഇവൻ എന്ത് ചെയ്യും? ബോൾ താഴെ ട്രാവൽ ചെയ്തെത്തും. സാധാരണ ഈ ബിറ്റുമിൻ്റെ സോഫ്റ്റനിങ് പോയിന്റ് എന്ന് പറയുന്നത് അറൗണ്ട് ഒരു 35 തൊട്ട് 70 ഡിഗ്രി സെൽഷ്യസ് വരെ വേരി ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി ഹയർ സോഫ്റ്റനിങ് പോയിന്റ് ആണെങ്കിൽ, ഓക്കെ, സോഫ്റ്റനിങ് പോയിന്റ് വളരെ കൂടുതലാണ്, അതായത് ഒത്തിരി ടെമ്പറേച്ചർ ആകുമ്പോഴേ ഇവൻ സോഫ്റ്റൻ ആവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലോവർ വിൽ ബി ദ ടെമ്പറേച്ചർ സസെപ്റ്റബിലിറ്റി. ടെമ്പറേച്ചറുമായിട്ട് അത്ര സസെപ്റ്റബിൾ ആയിരിക്കത്തില്ല. അതായത് ടെമ്പറേച്ചർ ഒത്തിരി കൂടിയാലൊന്നും അവൻ്റെ സോഫ്റ്റനിങ് എന്ന റേഞ്ചിൽ എത്തത്തില്ല. ഓക്കെ, ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ബിറ്റുമിൻസ് ആണ് നമ്മൾ വാം ക്ലൈമറ്റ്സിൽ യൂസ് ചെയ്യുക. ഓക്കെ, അതായത് ഹയർ സോഫ്റ്റനിങ് പോയിന്റ് ഉള്ള ഗ്രേഡുള്ള ബിറ്റുമിൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വാം ക്ലൈമറ്റ്സിൽ യൂസ് ചെയ്യുക. വാം ക്ലൈമറ്റിൽ എപ്പോഴും ചൂട് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം ബിറ്റുമിൻ എന്ത് ചെയ്യത്തില്ല? അതിന് സോഫ്റ്റ്വെയർ പോയിന്റ് വളരെ കൂടുതലായത് കാരണം എന്ത് ചെയ്യില്ല? അവനെ അധികം അഫക്റ്റ് ചെയ്യത്തില്ല. ആ റോഡിൻ്റെ സർഫസിനെ ഈ ടെമ്പറേച്ചർ കൂടുന്നത് അഫക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അപ്പം നമ്മൾ ഇനിയും പറയാൻ പോകുന്ന ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റിനെ പറ്റിയിട്ടാണ്. ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ് എന്ന് പറയുമ്പം പ്രൈമറിലി അത് സേഫ്റ്റി ടെസ്റ്റുകളാണ്. ഓക്കെ, അപ്പോൾ സേഫ്റ്റി ടെസ്റ്റാണ്. ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് പറയുന്നത് പെൻസ്കി, മാർട്ടൻസ്, ക്ലോസ്ഡ് കപ്പ് അല്ലെങ്കിൽ ഓപ്പൺ കപ്പ് അപ്പാരറ്റസ് ആണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഈ അപ്പാരറ്റസിൻ്റെ പേരെന്താണ്? പെൻസ്കി മാർട്ടൻസ് അപ്പാരറ്റസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, പെൻസ്കി മാർട്ടൻസ് അപ്പാരറ്റസ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ് ബിറ്റുമിൻ്റെ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫ്ലാഷ് പോയിന്റ് എന്താ, ഫയർ പോയിന്റ് എന്താ നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ പറയാൻ പോകുന്ന ഫ്ലാഷ് പോയിന്റ്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലോവസ്റ്റ് ടെമ്പറേച്ചർ, ആ ടെമ്പറേച്ചറിൽ നമ്മുടെ സബ്സ്റ്റൻസിൻ്റെ വേപ്പറിൽ ഒരു ഫയർ ഉണ്ടാകും. ഫ്ലാഷ് പോലെ ഒരു ചെറിയൊരു ഫയർ ഉണ്ടാകും. ആ ലോവസ്റ്റ് ടെമ്പറേച്ചറിനാണ് നമ്മൾ ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ബിറ്റുമിനസ് പേയ്മെൻറ്റ് കൺസ്ട്രക്ഷനൊക്കെയുള്ള നമ്മൾ ബിറ്റുമിൻ എടുത്തിട്ട് പെൻസ്കി മാർട്ടൻസ് അപ്പാരറ്റസിൽ ഇതുപോലെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അറൗണ്ട് 175 ഡിഗ്രി. ഓക്കെ, ഇനി ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലോവസ്റ്റ് ടെമ്പറേച്ചർ അറ്റ് വിച്ച് മെറ്റീരിയൽ ഗെറ്റ്സ് ഇഗ്നൈറ്റഡ്, അതായത് മെറ്റീരിയൽ തീയെത്തുക. ഓക്കെ,
അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബേൺ ചെയ്യുക. നമ്മുടെ ഒരു ടെസ്റ്റിൻ്റെ ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ നമുക്ക് തീ ഉണ്ടാവുക, ഇതുപോലെ തീ ഉണ്ടാവുന്ന ആ ലോവസ്റ്റ് ടെമ്പറേച്ചറിനാണ് ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം പെൻസ്കി മാർട്ടൻസ് അപ്പാരറ്റസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്ലാഷ് ആൻഡ് ഫയർ പോയിന്റ് ടെസ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാഷ് ഉണ്ടാകുന്നത് ഫ്ലാഷ് പോയിന്റ് ആയിരിക്കും, ലോവസ്റ്റ് ടെമ്പറേച്ചർ ആയിട്ട് വെച്ച് ഫയർ ഉണ്ടാകുന്ന ഏതായിരിക്കും? ഫയർ പോയിന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത് സോലിബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ സോലിബിലിറ്റി ടെസ്റ്റിൽ എന്താ പറയുന്നത് വെച്ചാൽ, സോലിബിൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തിലേലും അലിഞ്ഞു ചേരുക അല്ലേ. അപ്പോൾ നമ്മുടെ പ്യുവർ ബിറ്റുമിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സോലിബിൾ ആയിരിക്കും. ഏതൊക്കെ സോൾവെൻറ്റുകളിൽ? കാർബൺ ഡൈ സൾഫൈഡ്, കാർബൺ ടെട്രാ ക്ലോറൈഡ്, നമ്മൾ പഠിച്ചിട്ടുള്ള സൊല്യൂഷൻസ്. കാർബൺ ഡൈ സൾഫൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഡൈ C2S, ഓക്കെ. കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ CCl4. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ള സോൾവൻസിൽ നമ്മുടെ പ്യുവർ ബിറ്റുമിൻ കംപ്ലീറ്റ്ലി സോലുബിളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സോൾവൻസിലോട്ട് നമ്മൾ ബിറ്റുമിനെ എടുത്തിട്ടു, അല്ലെങ്കിൽ ബിറ്റുമിനുള്ള കോട്ടഡ് ആയിട്ടുള്ള അഗ്രിഗേറ്റ്സിനൊക്കെ എടുത്തിടുവാണെങ്കിൽ, ഇഫ് ദ റെസിഡ്യൂ ഈസ് ഓവർ 0.5%, അതായത് ഇവിടെ റെസിഡ്യൂസ് ഉണ്ടാവുമല്ലോ, ഇത് അലിഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി റിമൈനിങ്സ് ഉണ്ടാവുമല്ലോ, അത് ഗ്രേറ്റർ ദാൻ 0.5% ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ബിറ്റുമിൻ ഈസ് 99% ക്രാക്ഡ് ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, the minimum proportion of bitumen soluble in carbon disulfide is specified as 99%. അപ്പം മിനിമം സോലുബിൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അറൗണ്ട് 99% മിനിമം അതിന് സോലുബിലിറ്റി അതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇനി അടുത്താണ് നമ്മൾ പറയുന്നത് സ്പോട്ട് ടെസ്റ്റ്. ഓക്കെ, സ്പോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പോട്ട് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 2 സ്പോട്ടായിട്ടൊക്കെ വെച്ചിട്ട് അതിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടെസ്റ്റ് ഫോർ ഡിറ്റക്റ്റിംഗ് ഓവർ ഹീറ്റഡ് ഓർ ക്രാക്ഡ് ബിറ്റുമിൻ. അപ്പം നമ്മൾ ഫിൽറ്റർ പേപ്പർ പോലെ ഒരു പേപ്പറിൽ നമ്മളിതിനെ പ്ലേസ് ചെയ്ത് നോക്കും, ഒറ്റ സ്പോട്ടായിട്ട് പ്ലേസ് ചെയ്തിട്ട് നമ്മൾ ഹൈ വെച്ച് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ അത് ഹീറ്റഡ് ബിറ്റുമിൻ ക്രാക്ഡ് ആയിട്ടുണ്ടോ, അപ്പോൾ ഓവർ ഹീറ്റഡ് ആണോ അല്ലെങ്കിൽ ക്രാക്ഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതിന് സ്പോട്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷനാണ് നാഫ്ത സൊല്യൂഷൻ. അപ്പം സ്പോട്ട് ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന സൊല്യൂഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എന്നാ പറയണം? നാഫ്ത. ഓക്കെ, ഇനി അടുത്തത് ലോ സോൺ ഹീറ്റിംഗ് ടെസ്റ്റ്. ഓക്കെ, എന്താണ് ലോ സോൺ ഹീറ്റിംഗ്? ലോ സോൺ ഹീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ ഈ ബിറ്റുമിനെ എടുത്തിട്ട് ഹീറ്റ് ചെയ്യും. അറൗണ്ട് എത്ര ഡിഗ്രി സെൽഷ്യസിൽ? 163 ഡിഗ്രി സെൽഷ്യസിൽ. എത്ര നേരം? 5 hours നമ്മളിങ്ങനെ ചൂടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചൂടാക്കുമ്പം ഫോർ ബിറ്റുമിൻ യൂസ്ഡ് ഇൻ പെർമനൻറ്റ് മിക്സസ്, അതായത് പെർമനൻറ്റ് മിക്സിലൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ലോ സോൺ ഹീറ്റിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 1% ആയിരിക്കണം. ഓക്കെ, അതായത് ഹീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒരു 1%-ൽ കൂടുതൽ സബ്സ്റ്റൻസ് ഒന്നും അതിൽ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ പാടില്ല. അതിൽ കുറവ് സബ്സ്റ്റൻസ് ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ പാടുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് വാട്ടർ കണ്ടൻറ്റ് ടെസ്റ്റ്. വാട്ടർ കണ്ടൻറ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്? മാക്സിമം ബിറ്റുമിൻ്റെ വാട്ടർ കണ്ടൻറ്റ് നമ്മൾ ടെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നമ്മൾ മാക്സിമം വാട്ടർ കണ്ടൻറ്റ് ഓഫ് ബിറ്റുമിൻ എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.2% ആണ്. ഓക്കെ, ബിറ്റുമിനിലുണ്ടാകുന്ന വാട്ടർ കണ്ടൻറ്റ് എന്താണ്? ഇറ്റ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ 0.2%. 2%-ൽ കൂടുതൽ വെള്ളം അതിൽ ഉണ്ടാവാൻ പാടില്ല, വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, ഇനി നമ്മൾ കട്ട് ബാക്ക് ബിറ്റുമിനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ കട്ട് ബാക്ക് ബിറ്റുമിൻ്റെ ഏതൊക്കെ ടൈപ്സ് കട്ട് ബാക്ക് ബിറ്റുമിൻസ് ആണ് ഉള്ളതെന്ന്, ഇത് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഏതൊക്കെ കട്ട് ബാക്കിന് ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് കട്ട് ബാക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും. ഈയിടെ നടന്ന ഹാർബറിൻ്റെ എക്സാമിനൊക്കെ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് കട്ട് ബാക്സിൽ ആദ്യത്തെ കട്ട് ബാക്കാണ് റാപ്പിഡ് ക്യൂറിങ് കട്ട് ബാക്ക്. ഓക്കെ, റാപ്പിഡ് ക്യൂറിങ് കട്ട് ബാക്ക് എന്ന് പറയുമ്പോഴത്തേനും ഈ റാപ്പിഡ് ക്യൂറിങ്ങിൽ ബിറ്റുമിനുമായിട്ട് ഫ്ലക്സ് ചെയ്യുന്ന എന്താണ്? പെട്രോളിയം ഡിസ്റ്റിലേറ്റ് സച്ച് ആസ് നാഫ്ത, ഗ്യാസോലിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ നാഫ്തയും ഗ്യാസോലിനും ഒക്കെയാണ് നമ്മൾ ബിറ്റുമിനുമായിട്ട് കട്ട് ബാക്ക് ആക്കാൻ വേണ്ടി ഡൈല്യൂട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പം ബിറ്റുമിനകത്തോട്ട് നമ്മൾ നാഫ്തായ അല്ലെങ്കിൽ ഗ്യാസോലിന് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റാപ്പിഡ് ക്യൂറിങ് കട്ട് ബാക്ക് കിട്ടുന്നത്. ഓക്കെ, ഈ റാപ്പിഡ് ക്യൂറിങ് എന്തുകൊണ്ടാണ് പറയുന്നത്? വിച്ച് വിൽ റാപ്പിഡ്ലി ഇവാപ്പറേറ്റ്, അവൻ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും, അതുകൊണ്ടാണ് ഞാൻ റാപ്പിഡ് ക്യൂറിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് മീഡിയം ക്യൂറിങ് കട്ട് ബാക്ക്. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ എന്നത്, ഈ ഹാർബറിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം മീഡിയം ക്യൂറിങ് കട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? മീഡിയം ക്യൂറിങ്ങിനകത്ത് നമ്മൾ ഈ ബിറ്റുമിനകത്തോട്ട് എന്താ ചെയ്യുന്നത്? കെറോസിൻ അല്ലെങ്കിൽ ലൈറ്റ് ഡീസൽ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പം ബിറ്റുമിനകത്തോട്ട് നമ്മൾ കെറോസിൻ, നമ്മുടെ മണ്ണെണ്ണ, അല്ലെങ്കിൽ ലൈറ്റ് ഡീസൽ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? മീഡിയം ക്യൂറിങ് ഉണ്ടാക്കുന്നത്. അപ്പം റാപ്പിഡ് ക്യൂറിങ്ങിന് നാഫ്ത, ഗ്യാസോലിൻ, മീഡിയം ക്യൂറിങ്ങിന് കെറോസിൻ, ലൈറ്റ് ഡീസൽ ഓയിൽ.
ഓക്കെ, അപ്പം റാപ്പിഡായിട്ട് ക്യൂർ ചെയ്യും. ഇത് അത്ര റാപ്പിഡായിരിക്കത്തില്ല, കുറച്ച് മീഡിയം ആയിട്ടേ ക്യൂർ ചെയ്യത്തുള്ളൂ. ഇനി അടുത്തെന്താ, സ്ലോ ക്യൂറിങ് കട്ട് ബാക്ക്. അപ്പം സ്ലോ ക്യൂറിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ സ്ലോ ക്യൂറിങ്ങിൽ നമ്മൾ ബിറ്റുമിനായിട്ട് എന്താ ബ്ലെൻഡ് ചെയ്യുന്നത്, ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഗ്യാസ് ഓയിലാണ് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നത്. ബിറ്റുമിൻ്റെ കൂടെ നമ്മൾ എന്ത് ബ്ലെൻഡ് ചെയ്യും, ഹൈ ബോയിലിംഗ് പോയിൻ്റ് ഗ്യാസ് ഓയിൽ ഈസ് യൂസ്ഡ് ആസ് എന്താ ഡൈല്യൂവൻ്റ്. ഓക്കെ, ഇനി ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ക്യൂറിങ്. നമ്മളിപ്പോൾ ഇവിടെ റാപ്പിഡ് ക്യൂറിങ്, മീഡിയം ക്യൂറിങ്, സ്ലോ ക്യൂറിങ് എന്നൊക്കെ നമ്മൾ എന്താണ് റേറ്റ് ഓഫ് ക്യൂറിങ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തല്ലേ. അല്ലെങ്കിൽ എന്താ, ഹാർഡനിങ് ആഫ്റ്റർ ആപ്ലിക്കേഷൻ, അതായത് നമ്മൾ ഇവനെ എന്ത് ചെയ്യുക, ഹാർഡൻ ചെയ്യുക. ഓക്കെ, നമ്മളിവനെ ഹാർഡൻ ചെയ്യുന്ന എത്ര നേരം കഴിയുമ്പോഴാണ് ഇവൻ ക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെ എത്ര നേരം കഴിയുമ്പോഴാണ് ഹാർഡൻ ചെയ്യുന്നത്, അതിനനുസരിച്ചിട്ടാണ് റാപ്പിഡ് ക്യൂറിങ്, മീഡിയം ക്യൂറിങ്, സ്ലോ ക്യൂറിങ് എന്നൊക്കെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് മൂന്നും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് ഗ്രേഡ്സ് ഓഫ് കട്ട് ബാക്ക്. അപ്പം നമ്മുടെ കട്ട് ബാക്കിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല, അതിൻ്റെ ഗ്രേഡ്സ് ഓഫ് കട്ട് ബാക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൂയിഡിറ്റിയെ പറ്റിയിട്ടാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളൊക്കെ കാണിക്കുക MC2 എന്ന് കാണിച്ചേക്കുക. MC എന്ന് പറഞ്ഞാൽ എന്താ, മീഡിയം ക്യൂറിംഗ് എന്ന് മനസ്സിലാവും. അതിൻ്റെ ഗ്രേഡ് എത്രയാണ്, 2 ആണ്. ഓക്കെ, മീഡിയം ക്യൂറിംഗ് ആണ്, അതിൻ്റെ ഗ്രേഡ് 2 ആണ്. അപ്പം നമുക്കൊരു കട്ട് ബാക്കിൻ്റെ ഗ്രേഡ് 0 എന്ന് കാണിച്ചേക്കുക, MC0 എന്ന് കാണിച്ചേക്കുക. അപ്പം മീഡിയം ക്യൂറിംഗ് കട്ട് ബാക്കുകളിൽ മോസ്റ്റ് ഫ്ലൂയിഡ് ആയിട്ടുള്ള കട്ട് ബാക്ക് 0 വരുന്നതായിരിക്കും, അത്യാവശ്യം നല്ല ഫ്ലൂയിഡ് ആയിരിക്കും. ഓക്കെ, 0, 1, 2 അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുമ്പോഴത്തേന് എന്ത് ചെയ്യും, ഇത് നല്ല ഫ്ലൂയിഡ് ആയിരിക്കും. ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ ഫ്ലൂയിഡിറ്റി കുറഞ്ഞു പോകും. ക്ലിയർ ആയല്ലോ. ഇനി മോസ്റ്റ് ഫ്ലൂയിഡ് കട്ട് ബാക്കുകൾ ഏതൊക്കെയായിരിക്കും, റാപ്പിഡ് ക്യൂറിംഗ് 0, മീഡിയം ക്യൂറിംഗ് 0, സ്ലോ ക്യൂറിംഗ് 0. ഓക്കെ, അങ്ങനെയുള്ള റാപ്പിഡ് ക്യൂറിംഗ് കട്ട് ബാക്ക് 0യും മീഡിയം ക്യൂറിംഗ് കട്ട് ബാക്ക് 0യും സ്ലോ ക്യൂറിംഗ് കട്ട് ബാക്ക് 0 ആയിരിക്കും അത്യാവശ്യം ഫ്ലൂയിഡ് ആയിട്ടുള്ളത്. ഇനി സഫിക്സിന് നമ്മൾ ന്യൂമറൽ സൈസ് ചെയ്യുന്നത് 0, 1, 2, 3, 4, 5 വരെയുള്ള ന്യൂമറൽസ് ആണ് നമ്മൾ സഫിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം മോർ വിസ്കസ് കട്ട് ബാക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 0 നല്ല ഫ്ലൂയിഡ് ആയിരിക്കും അല്ലേ. ഇവിടുന്ന് ഈ 0യിൽ നിന്ന് 5ലോട്ട് വരുമ്പോഴത്തേന് വിസ്കോസിറ്റി കൂടി. അപ്പോൾ ഈ 5 എന്നൊക്കെ പറയുന്നത് മോർ വിസ്കസ് ആയിട്ടുള്ള ഒരു കട്ട് ബാക്ക് ആയിരിക്കും. ഓക്കെ, ഈ നമ്പറാണ് എന്തിനെ ഡിഫൈൻ ചെയ്യുന്നത്, അവൻ്റെ വിസ്കോസിറ്റീനെ ഡിഫൈൻ ചെയ്യുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് ടൈപ്പ് ഓഫ് കട്ട് ബാക്ക് ബിറ്റ്വീൻ. ഏത് കട്ട് ബാക്ക് ബിറ്റ്വീൻ, റാപ്പിഡ് ക്യൂറിംഗ് ആണെങ്കിലും മീഡിയം ക്യൂറിംഗ് ആണെങ്കിലും സ്ലോ ക്യൂറിംഗ് ഒക്കെ ആണെങ്കിലും അതിൻ്റെ കൂടെ വരുന്ന നമ്പറാണ് അവൻ്റെ വിസ്കോസിറ്റി എങ്ങനെ ആയിരിക്കണമെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിറ്റുമിൻ എമൽഷൻ എന്താണെന്നാണ്. ഓക്കെ, അപ്പോൾ ഈ ബിറ്റുമിൻ എമൽഷൻ എന്ന് പറയുന്നത് നമ്മൾ റോഡ് കൺസ്ട്രക്ഷൻസിനൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, ബിറ്റുമിൻ എമൽഷൻ നമ്മൾ എന്തിനു യൂസ് ചെയ്യും, റോഡ് കൺസ്ട്രക്ഷനിൽ യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ വേറെ എന്തിനു യൂസ് ചെയ്യും, ഈ എമൽഷൻ ഒഴിച്ചിട്ടാണ് നമ്മൾ മെയിൻ്റനൻസ് വർക്കുകൾ, പാച്ച് വർക്കുകൾ അല്ലെങ്കിൽ റിപ്പയർ വർക്കുകളൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ എമൽഷൻ്റെ ഒരു പ്രത്യേകത എന്താ, വെറ്റ് വെതർ ആണെങ്കിലും റെയിനിങ് ആണെങ്കിലും നമുക്ക് ഈ എമൽഷനെ യൂസ് ചെയ്തിട്ട് ഈ പാച്ച് വർക്ക്, റിപ്പയർ വർക്കും ഒക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഇതിനെ വേറെന്തിനു വേണ്ടി യൂസ് ചെയ്യും, സ്റ്റെബിലൈസേഷൻ ഓഫ് സാൻഡിന് യൂസ് ചെയ്യും. ഡെസേർട്ട് ഏരിയയിലൊക്കെ സാൻഡ് ഡ്യൂൺസ് പോലൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള സാൻഡിനെ സ്റ്റെബിലൈസ് ചെയ്ത് സ്റ്റേബിൾ ആക്കി നിർത്തി അതിൻ്റെ മേളിലൊക്കെ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ നമ്മൾ ബിറ്റുമിൻ എമൽഷനൊക്കെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ബിറ്റുമിൻ എമൽഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ബിറ്റുമിൻ്റെ കൂടെ അക്വസ് മെറ്റീരിയൽ ആഡ് ചെയ്തിട്ട് അതിനകത്തൊരു സ്റ്റെബിലൈസർ അല്ലെങ്കിൽ എമൽസിഫയർ ആഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ബിറ്റുമിൻ എമൽഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് ബിറ്റുമിൻ കാണും, അതിൻ്റെ കൂടെ ബിറ്റുമിനെ ലിക്വിഡാക്കി നിർത്തുന്ന ഒരു അക്വസ് മെറ്റീരിയൽ കാണും, അതിൻ്റെ കൂടെ എന്തും കൂടെ കാണും, നമുക്ക് ഒരു എമൽസിഫയർ. ഈ എമൽസിഫയറിനെ നമുക്ക് സ്റ്റെബിലൈസറിന് വേണമെങ്കിലും പറയാം. എന്താണ്, സ്റ്റെബിലൈസറിന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം ആഡ് ചെയ്യുന്നതായിരിക്കും എന്ത്, ബിറ്റുമിൻ എമൽഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ടാർ എന്താണ് പഠിക്കാൻ പോകുന്നത്. ടാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, DT എന്ന് ഓർത്താൽ മതി, ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ ഓഫ് എന്താണ് നാച്ചുറലി ഒബ്റ്റൈൻഡ് മെറ്റീരിയൽസ് സച്ച് ആസ് വുഡ് ആൻഡ് ചാർക്കോൾ അല്ലേ. അപ്പം ടാർ എങ്ങനെയാണ് കിട്ടുന്നത്, ഡിസ്ട്രക്റ്റീവ് ഡിസ്റ്റിലേഷൻ, വുഡ് അല്ലെങ്കിൽ ചാർക്കോള്, കോളൊക്കെ നമ്മൾ ഡിസ്ട്രക്റ്റീവ്ലി ഡിസ്റ്റിൽ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ടാർ കിട്ടുന്നത് നമ്മൾ പറഞ്ഞു. വിത്തിൻ ദ പ്രസൻസ് ഓഫ് എയർ ആയിരുന്നു, ആബ്സെൻസ് ആയിരുന്നോ, ആബ്സെൻസ് ഓഫ് എയർ തന്നെ അല്ലേ. സാധാരണ ടാറിന് 5 ഗ്രേഡ്സ് ആണുള്ളത്. ഓക്കെ, അതിനെ ഗ്രേഡ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന RT1, RT2, RT3, RT4, RT5 അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഈ RT5 വരുമ്പോൾ എങ്ങനെ വരും, അതിൻ്റെ വിസ്കോസിറ്റി മാക്സിമം ആയിരിക്കും. ഇൻക്രീസിങ് ഓർഡർ ഓഫ് വിസ്കോസിറ്റിയുടെ ടേംസിലാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, RT1 വിസ്കോസിറ്റി കുറവുള്ളതിനെ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, സർഫസ് പെയിൻറ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എവിടെ യൂസ് ചെയ്യും,
കോൾഡ് വെതർ കണ്ടീഷനിൽ. എന്തുകൊണ്ടാണ് അങ്ങനെ കോൾഡ് വെതർ കണ്ടീഷനിൽ RT1 സർഫസ് യൂസ് ചെയ്യുന്നത്? അവന് വിസ്കോസിറ്റി കുറവാണ്, ഇറ്റ് ഹാസ് ലോ വിസ്കോസിറ്റി. അപ്പം നല്ല കോൾഡ് വെതർ കണ്ടീഷനിൽ സർഫസ് പെയിൻറ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നതാണ് RT1. അവന് വിസ്കോസിറ്റി വളരെ കുറവായിരിക്കും, അതുകൊണ്ടാണ് അവന് സർഫസ് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ? RT2. RT2 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റെക്കമെൻഡഡ് ഫോർ സ്റ്റാൻഡേർഡ് സർഫസ് പെയിൻറ്റിങ്. ഓക്കെ, ഇത് കോൾഡ് വെതറിലായിരുന്നു. സ്റ്റാൻഡേർഡ് സർഫസ് പെയിൻറ്റിങ് എവിടെ? നോർമൽ ഇന്ത്യൻ ക്ലൈമാറ്റിക് കണ്ടീഷൻസിലൊക്കെ സ്റ്റാൻഡേർഡ് സർഫസ് പെയിൻറ്റിങ്ങിനൊക്കെ ആയിട്ട് നമുക്ക് ഈ RT2നെ യൂസ് ചെയ്യാം. അപ്പോൾ ഇന്ത്യയിൽ സർഫസ് പെയിൻറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ഏത് ടാറാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതണം? RT2. കോൾഡ് വെതറിലാണെങ്കിലോ RT1. ഓക്കെ, ഇനി അടുത്ത് എന്താ? RT3. അതും സർഫസ് പെയിൻറ്റിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? റിന്യൂവൽ കോട്ട്. ഓക്കെ, നമ്മളിപ്പോൾ അതിനെ റിന്യൂ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കോട്ടിൻ്റെ മുകളിൽ വേറൊരു കോട്ട് അടിക്കാൻ വേണ്ടി RT3 യൂസ് ചെയ്യും. പിന്നെ എന്തിൽ യൂസ് ചെയ്യും? പ്രീ മിക്സിങ് ചിപ്പ്. ഓക്കെ, അല്ലെങ്കിൽ എന്താ? ഫോർ ടോപ്പ് കോഴ്സ് ആൻഡ് ലൈറ്റ് കാർപ്പറ്റ്. അതായത് പ്രീ മിക്സ് ചെയ്തിട്ട് വരുന്ന നമ്മുടെ ബിറ്റുമിനസ് മിക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചിപ്പ്, ചെറിയ ചിപ്പൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും? ഈ RT3 യൂസ് ചെയ്യും. അപ്പോൾ ഈ പ്രീ മിക്സിങ് ചിപ്പുകളൊക്കെ ആയിരിക്കും നമ്മൾ ടോപ്പ് കോഴ്സായിട്ട് നമ്മൾ ഈ പേവറൊക്കെ വെച്ചിട്ട് നമ്മൾ ലേ ചെയ്ത് പോവുക. പിന്നെ ലൈറ്റ് കാർപ്പറ്റ് പോലൊക്കെ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഈ RT3 യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് RT4 ബേസ് എന്നാണ്. RT4 എന്ന് പറയുമ്പോൾ എന്താ? ടാർ മക്കാഡാം ബേസ് കൺസ്ട്രക്ഷൻ, ബേസ് കോഴ്സ്, സർഫസ് കോഴ്സിലല്ല ബേസ് കോഴ്സിൽ ടാർ മക്കാഡാം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൽ നമുക്ക് RT4 യൂസ് ചെയ്യാം. ഓക്കെ, RT5 എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഗ്രൗട്ടിംഗ് പർപ്പസുകൾക്ക് വേണ്ടിയിട്ടാണ്. ജോയിൻറ്റ് ഫില്ലിംഗ് പോലുള്ള ഗ്രൗട്ടിംഗ് പർപ്പസുകൾക്കാണ് RT5 യൂസ് ചെയ്യുക. ഇപ്പോൾ RT1 സർഫസ് പെയിൻറ്റിങ് കോൾഡ് വെതർ കണ്ടീഷൻ, RT2 സ്റ്റാൻഡേർഡ് സർഫസ് പെയിൻറ്റിങ് നോർമൽ കണ്ടീഷൻ, RT3 സർഫസ് പെയിൻറ്റിംഗ് ആണ്. റിന്യൂവൽ കോട്ടിങ്ങിന് യൂസ് ചെയ്യും, പ്രീമിക്സ് ചിപ്പിലും ടോപ്പ് കോഴ്സും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യും. RT4 എന്ന് പറയുമ്പോൾ ടാർ മക്കാഡാം ബേസ് കോഴ്സിലുള്ള ടാർ മക്കാഡാമിന് യൂസ് ചെയ്യും. RT5 എന്ന് പറയുമ്പോൾ ഗ്രൗട്ടിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്രയും ക്ലിയർ അല്ലേ ടാറിൻ്റെ കാര്യം? ഇനി വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റാണ് മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ്. അപ്പോൾ ഗേറ്റിനൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ്. കേരള PC കുറവാണ്, ഗ്രാഫിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റിനെ പറ്റി വേണേൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോട്ട് മിക്സ് പേവിംഗ് മിക്സ്ചറിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളൊരു ടെസ്റ്റാണ്. ഓക്കെ, അതായത് ഹോട്ട് മിക്സ് നമ്മൾ പേവിങ്ങിനായിട്ട് ഒരു മിക്സ്ചർ ഹോട്ടായിട്ട് ഉണ്ടാക്കി അതിൽ ചെയ്യുന്ന ടെസ്റ്റാണ് മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ്. ഓക്കെ, ഇനി ഇതിന് ഈ മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിസൈൻ ചെയ്യുന്നത്. പെനട്രേഷൻ ഗ്രേഡ് ബിറ്റുമിനൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഈ മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് അഗ്രിഗേറ്റ്സിൻ്റെ മാക്സിമം സൈസ് എത്ര ആയിരിക്കും? 2.5 സെൻറ്റിമീറ്റർ, അതായത് 1 ഇഞ്ച്, അറൗണ്ട് 1 ഇഞ്ച് 2.5 സെൻറ്റിമീറ്റർ ആയിരിക്കും ഈ മാർഷാൽ സ്റ്റെബിലിറ്റി ടെസ്റ്റ് വരുന്ന അഗ്രിഗേറ്റ്സിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമുക്ക് ഓപ്പൺ ഗ്രേഡ് മിക്സുകളിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ കോഴ്സ് ഗ്രേഡ് മിക്സുകളിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ ആപ്ലിക്കേഷൻ അതിനകത്ത് ഡൗട്ട്ഫുൾ ആണ്. ഓക്കെ, ഇനി അടുത്തത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതാണ് നമ്മൾ ടെസ്റ്റ് അപ്പാരറ്റസ്. ഒരു ടൈപ്പ് ഓഫ് അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റാണ്. അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് നമ്മൾ പഠിച്ചിട്ടില്ലേ? GTയിൽ പഠിച്ചിട്ടില്ലേ? അൺകൺഫൈൻഡ്, അതായത് കൺഫൈൻമെൻറ്റ് ഇല്ലാതെ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുക. നമ്മൾ ഇതിനകത്ത് കൺഫൈൻമെൻ്റ് ഒന്നും ഇല്ലാതെ ടോപ്പിലും ബോട്ടത്തിലും നമ്മൾ പ്രഷർ കൊടുക്കുന്നതിനാണ് അൺകൺഫൈൻഡ് കംപ്രഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്നത് ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെൻ ആയിരിക്കും. കണ്ടോ, ഇതിനകത്തിരിക്കുന്ന പോലെ കാണാം. 10 സെൻറ്റിമീറ്റർ ഡയായും ഒരു 6.3 സെൻറ്റിമീറ്റർ ഹൈറ്റും ഉള്ള ഒരു സിലിണ്ടറിക്കൽ സ്പെസിമെനാണ് നമ്മൾ ഈ ടെസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് എന്ത് ചെയ്യും? അതിനെ റേഡിയലി കംപ്രസ് ചെയ്യും. നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ നോക്കിയേക്കാണ് റേഡിയലിയാണ് കംപ്രസ് ചെയ്യുക. ഓക്കെ, റേഡിയലി കംപ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതൊരു റേറ്റിലാണ് കംപ്രസ് ചെയ്യുന്നത്. മറ്റേ കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്നാണ്. കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് സ്ട്രെയിൻ എന്നാണ്. കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് സ്ട്രെയിൻ ഓഫ് 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് റേറ്റ് ഓഫ് സ്ട്രെയിൻ ഓഫ് 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്, അതായത് ഒരു മിനിറ്റിൽ 5 സെൻറ്റിമീറ്റർ വരെ വേരിയേഷൻ ഉണ്ടാക്കത്തക്ക വിധത്തിൽ നമ്മൾ റേഡിയലി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും? ലോഡ് അപ്ലൈ ചെയ്ത് കൊടുക്കും. ആ ടെമ്പറേച്ചർ എത്രയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അറൗണ്ട് 60 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു നമ്മുടെ സ്പെസിമെൻ എടുക്കുന്ന ലോഡിനെ, ലോഡ് ക്യാരിഡ് ബൈ സ്പെസിമെന് നമ്മൾ എന്താ പറയുന്നത്? മാർഷാൽ സ്റ്റെബിലിറ്റി വാല്യൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഡീഫോമേഷൻ ഇൻ ഫെയിലിയർ, അതായത് ഈ ഒരു മെറ്റീരിയലിനുണ്ടാകുന്ന ഡീഫോമേഷൻ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? അറൗണ്ട് 0.25 mm. ഓക്കെ, ഡീഫോമേഷൻ ഇൻ ഫെയിലിയർ അറൗണ്ട് ആ റേഞ്ചിൽ 0.25 mm റേഞ്ചിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും എന്ത്? മാർഷാൽ ഫ്ലോ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മാർഷാൽ സ്റ്റെബിലിറ്റി വാല്യൂ എന്ന് പറയുമ്പോൾ ലോഡ് എടുക്കുന്നത്.
അപ്പോൾ ഇവൻ എത്ര ഡീഫോർമേഷൻ ഉണ്ടാകുന്നു അറൗണ്ട് അത് 0.25 mm റെക്കോർഡ് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത് മാർഷാൽ ഫ്ലോ വാല്യൂ എന്ന്. ഓക്കെ, ഇനി നമ്മൾ ഈ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഫ്ലോ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പും ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വോയിഡ് അനാലിസിസ് നടക്കും. നമ്മൾ സോയിലിൽ ചെയ്യുന്ന പോലെ വോയിഡ് അനാലിസിസ് നടത്തും നമ്മൾ ടെസ്റ്റ് സ്പെസിമെനിൽ. ഓക്കെ, നമുക്ക് അതിന് എത്ര ഒപ്റ്റിമം ബൈൻഡർ കണ്ടൻറ്റ് വേണം, ഒരു അഗ്രിഗേറ്റ് മിക്സ്ചറിൽ എത്ര ഒപ്റ്റിമം ബൈൻഡർ കണ്ടൻറ്റ് വേണം, ഓരോരോ ട്രാഫിക് കണ്ടീഷനിൽ എത്ര വാല്യൂസ് വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെബിലിറ്റി വാല്യൂവും ഫ്ലോ വാല്യൂവും വെച്ചിട്ടൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചൊരു സ്റ്റാൻഡേർഡ് വാല്യൂ പറയുന്നത്. ഇപ്പോൾ മാർഷാൽ വാല്യൂ ഇത്രയുള്ള മെറ്റീരിയൽസ് ഇന്ന അഗ്രിഗേറ്റ് മിക്സ്ചറിന് ഇന്ന ഒരു റോഡിൽ അല്ലെങ്കിൽ ഇപ്പം നല്ല ഹെവി ട്രാഫിക് ഫ്ലോ ഉള്ള കണ്ടീഷനിൽ യൂസ് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു സ്പെസിഫിക് കണ്ടീഷൻസ് നമ്മൾ പറയും. ഓക്കെ, ഇനി ഈ മാർഷാൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വരുന്ന 2-3 ഇമ്പോർട്ടൻറ്റ് ടേംസ് ഉണ്ട്, ഇക്വേഷൻസ് ഉണ്ട്. ഒന്നാമത്താണ് പെർസെൻറ്റേജ് എയർ വോയിഡ്സ് VAയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പം പെർസെൻറ്റേജ് എയർ വോയിഡ്സ് VAയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GT - GM / GT × 100 എന്നാണ്. ഓക്കെ, ഇതിനകത്ത് GT GM എന്ന് 2 ടേമാണ് വരുന്നല്ലേ. VA എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, എത്ര എയർ വോയിഡ്സ് അതിനകത്തുണ്ട്, നമ്മൾ ഇതൊക്കെ പറയത്തില്ലേ, പൊറോസിറ്റി ഒക്കെ പറയത്തില്ല, അതുപോലെ പെർസെൻറ്റേജ് എയർ വോയിഡ്സ്, അതുപോലെ വോളിയം ഓഫ് അതിനകത്ത് എത്ര എയറിൻ്റെ വോയിഡ്സ് ഉണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത് നമ്മൾ GT ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി അല്ലെങ്കിൽ മാസ് സ്പെസിഫിക് ഗ്രാവിറ്റി എന്നൊക്കെ പറയാം. അപ്പോൾ GT എന്ന് പറഞ്ഞാൽ ടോട്ടൽ ആ ബൾക്കിൻ്റെ ഡെൻസിറ്റി മൈനസ് GM തിയററ്റിക്കൽ ഡെൻസിറ്റി / GT × 100 ആണ് നമ്മുടെ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് GT ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. GT എന്ന് പറയുന്നത് എന്താ, നമ്മുടെ ബൾക്ക് ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി തന്നിട്ടില്ലെങ്കിൽ അതിനെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 100 / W1/G1 + W2/G2 + W3/G3 + W4/G4. ഇതാണ് നമ്മുടെ GT കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഈ W1 എന്നൊക്കെ പറഞ്ഞാൽ എന്താ, പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ്. W2 എന്ന് പറഞ്ഞാൽ ഫൈൻ അഗ്രിഗേറ്റ്. W3 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് ഫില്ലർ ഇൻ ദ ടോട്ടൽ മിക്സ്. W4 എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ഓഫ് വിറ്റമിൻ ഇൻ ദ ടോട്ടൽ മിക്സ്. ഇതാണ് വെയിറ്റ് ആണ്, ആ പെർസെൻറ്റേജ് ബൈ വെയിറ്റ് ആണ് W1, W2, W3, W4 എന്ന് വരുന്നത്. ഇനി G1, G2, G3 എന്തായിരിക്കും, ഇതുപോലെ ഇവൻ്റെ എല്ലാ അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി, കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ, ഫൈൻ അഗ്രിഗേറ്റിൻ്റെ, ഫില്ലറിൻ്റെ, ബിറ്റുമിൻ്റെ, ഇവന്മാരുടെ എല്ലാ അപ്പാരൻറ്റ് സ്പെസിഫിക് ഗ്രാവിറ്റി ആയിരിക്കും G1, G2, G3, G4 എന്ന് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് പെർസെൻറ്റേജ് വോയിഡ്സ് ഇൻ മിനറൽ അഗ്രിഗേറ്റ്സ്. അപ്പോൾ പെർസെൻറ്റേജ് വോയിഡ്സ് ഇൻ മിനറൽ അഗ്രിഗേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അഗ്രിഗേറ്റ്സിനിടയിലുള്ള വോയിഡ്സ് ആരൊക്കെ ഒക്യുപ്പൈ ചെയ്യും, കുറേയൊക്കെ എയർ ഒക്യുപ്പൈ ചെയ്യും, കുറേയൊക്കെ ബിറ്റുമിൻ ഒക്യുപ്പൈ ചെയ്യും. അതേ / ടോട്ടൽ വോളിയം × 100, അതായത് വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് ബിറ്റുമിൻ / വോളിയം ഓഫ് ടോട്ടൽ വോളിയം × 100. ടോട്ടൽ വോളിയത്തിൽ എയർ, ബിറ്റുമിന്, പിന്നെ ഫില്ലർ മെറ്റീരിയൽ, നമ്മൾ വേറെ എന്തെങ്കിലും ഫില്ലർ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടോ, പിന്നെ എന്താണ് VCയും കൂടെ വരും. ഓക്കെ, VC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴ്സ് അഗ്രിഗേറ്റ്. ഓക്കെ, വോയിഡ്സ്, ബിറ്റുമിന്, ഫില്ലർ, കോഴ്സ് അഗ്രിഗേറ്റ്, ഇത്രയും കാര്യങ്ങളാണ് ടോട്ടൽ വോളിയത്തിൽ വരിക. അതിൻ്റെ കൂടെ വോളിയം ഓഫ് എയർ ആണ് VA എന്ന് പറയുന്നത്, VB എന്ന് പറയുന്നത് വോളിയം ഓഫ് ബിറ്റുമിൻ ആണ്. ഇനി വോളിയം ഓഫ് ബിറ്റുമിൻ നമുക്ക് തന്നിട്ടില്ല, VB തന്നിട്ടില്ലെങ്കിൽ നമുക്ക് GM ഇല്ലേ, നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റി, തിയററ്റിക്കൽ സ്പെസിഫിക് ഗ്രാവിറ്റി / ബിറ്റുമിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി × WB എന്ന് എടുത്താലും മതി. ഓക്കെ, WB എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, WB എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൽ എത്ര പെർസെൻറ്റേജ് ബിറ്റുമിനാണ് ഉള്ളത്, ബിറ്റുമിൻ്റെ പെർസെൻറ്റേജ് എത്ര ആണ്, ഓക്കെ, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി. ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്യുന്നുണ്ട് നമ്മൾ, അത് ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടെ ക്ലിയർ ആകും കേട്ടോ. ഇനി പെർസെൻറ്റേജ് വോയിഡ്സ് ഫിൽഡ് വിത്ത് ബിറ്റുമിൻ, അതായത് VFB വോയിഡ്സ് ഫിൽഡ് വിത്ത് ബിറ്റുമിൻ, എത്ര വോയിഡ്സിൽ ബിറ്റുമിൻ ഫില്ല് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് VB / വോളിയം ഓഫ് മിനറൽ അഗ്രിഗേറ്റ്, അതായത് VA + VB അത് × 100 എന്ന് എടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇങ്ങനെ ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞില്ലേ, എന്തൊക്കെ പറഞ്ഞു, പെർസെൻറ്റേജ് എയർ വോയിഡ്സ് പറഞ്ഞു, വോയിഡ്സ് ഇൻ മിനറൽ അഗ്രിഗേറ്റ് പറഞ്ഞു, പെർസെൻറ്റേജ് വോയിഡ്സ് ഫിൽഡ് വിത്ത് ബിറ്റുമിൻ പറഞ്ഞു. ഇതെല്ലാം എങ്ങനെ നമ്മൾ എടുക്കുന്നത്, ആവറേജ് വാല്യൂ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമ്മൾ 3 സ്പെസിമിനൊക്കെ നമ്മൾ ഓരോ മിക്സും ഉണ്ടാക്കിയിട്ട് ഒരു 3 സ്പെസിമിൻ ഉണ്ടാക്കിയിട്ട് അവരുടെ ആവറേജ് വാല്യൂ ആയിട്ടാണ് നമ്മളിതിനെ മെഷർ ചെയ്തെടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യും, നമ്മൾ ടെസ്റ്റിനെ റിപ്പീറ്റ് ചെയ്യും, ബിറ്റുമിൻ കണ്ടൻറ്റ് മാറ്റിയിട്ട് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, മാർഷാൽ ചാർട്ടുകൾ വരയ്ക്കും. ഓക്കെ, എന്തിനൊക്കെയാണ്, സ്റ്റെബിലിറ്റി, യൂണിറ്റ് വെയിറ്റ്, പെർസെൻറ്റേജ് വോയിഡ്സ് ഇൻ സോയിൽ മിക്സ്, പെർസെൻറ്റേജ് വോയിഡ്സ് ഫിൽഡ് വിത്ത് വിറ്റുമിൻ അല്ലെങ്കിൽ ഓഫ് VMA വേഴ്സസ് ബിറ്റുമിൻ കണ്ടൻറ്റ്, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ 2-3 ഗ്രാഫുകൾ വരയ്ക്കും. ഈ ഗ്രാഫുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും, എങ്ങനെയാണ് പെർസെൻറ്റേജ് ബിറ്റുമിൻ കൂടുന്നതിനനുസരിച്ചിട്ട് ഓരോ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പം ബിറ്റുമിൻ്റെ വാല്യൂ, ബിറ്റുമിൻ പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് സ്റ്റെബിലിറ്റി ആദ്യം കൂടും, പിന്നെ എന്ത് ചെയ്യും, കുറയും.
ഓക്കെ, വിറ്റമിൻ പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് വിറ്റമിൻ എന്ന് പറയുമ്പോൾ ലിക്വിഡ് അല്ലേ, അപ്പോൾ ഫ്ലോ വാല്യൂ എന്ത് ചെയ്തും കൂടിപ്പോവും. ഓക്കെ, അതുപോലെ തന്നെ വിറ്റമിൻ പെർസെൻറ്റേജ് കൂടുന്നതിനനുസരിച്ചിട്ട് യൂണിറ്റ് വെയിറ്റ് ഒരു ലെവൽ വരെ കൂടും പിന്നെ കുറയും. ഓക്കെ, എയർ വോയിഡ്സോ വിറ്റമിൻ പെർസെൻറ്റേജ് കൂടുമ്പോൾ വിറ്റമിൻ എല്ലാം എയറിൽ പോയിരുന്നു കഴിഞ്ഞാൽ എയർ വോയിഡ് കുറയും. ഇനി അടുത്തത് വോയിഡ്സ് ഫിൽഡ് വിത്ത് വിറ്റമിൻ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോയിഡ്സ് ഫിൽഡ് വിത്ത് വിറ്റമിൻ എന്ത് ചെയ്തു പോവും, കൂടിപ്പോവും. ഓക്കെ, അപ്പോൾ ഏകദേശം ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്കൊരു പ്രോബ്ലം നോക്കാം. ഓക്കെ, ദ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വിറ്റമിൻ മിക്സ് ഈസ് 2.33. അപ്പം നമ്മുടെ ബൾക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി നമുക്ക് തന്നിട്ടുണ്ട് 2.33, GM എന്ന് പറയുന്നത് 2.33 തന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദ തിയററ്റിക്കൽ സ്പെസിഫിക് ഗ്രാവിറ്റി GT എന്ന് പറയുന്നത് 2.43. അപ്പോൾ GM ഉം GT തന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കണ്ടുപിടിക്കുന്നത് എന്താ കണ്ടുപിടിക്കാൻ പറ്റുന്നത്, പെർസെൻറ്റേജ് എയർ വോയിഡ്സ് കണ്ടുപിടിക്കാമല്ലോ. എത്ര വരും, 2.43 മൈനസ് 2.33 ഡിവൈഡഡ് ബൈ 2.43 ഇൻറ്റു 100 അല്ലേ. എന്തായിരുന്നു GT മൈനസ് GM/GT ഇൻറ്റു 100 നമ്മൾ ഇക്വേഷൻ പഠിച്ചില്ലേ. അപ്പോൾ ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 4.11 ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത എന്താ, ദ പെർസെൻറ്റേജ് ഓഫ് വിറ്റമിൻ ഇൻ ദ മിക്സ് ഈസ് 4%. അപ്പം നമുക്ക് വിറ്റമിൻ അതായത് WB നമ്മൾ പറഞ്ഞില്ലേ അത് തന്നിട്ടുണ്ട്. WB എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് എത്രയാണ്, 4% എന്നാണ് തന്നിരിക്കുന്നത്. 4% ബൈ വെയിറ്റ് എന്നാണ്. 4% ബൈ വെയിറ്റ് വിത്ത് സ്പെസിഫിക് ഗ്രാവിറ്റി 1. അവൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി പക്ഷേ എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്, GB എത്ര എന്നാണ് പറഞ്ഞേക്കുന്നത്, 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് VB കണ്ടുപിടിക്കാമല്ലോ. വോളിയം ഓഫ് എയർ പെർസെൻറ്റേജ് എയർ വോയിഡ്സ് കണ്ടുപിടിച്ച പോലെ വോളിയം ഫിൽഡ് വിത്ത് വിറ്റമിൻ അല്ലെ VB എന്ന് പറയുന്നത് GM ഡിവൈഡഡ് ബൈ GB ഇൻറ്റു WB എന്നല്ലേ പഠിച്ചത്. GM എന്ന് പറയുന്നത് എത്ര, നമുക്ക് 2.33 അറിയാം. GB എന്ന് പറയുന്നത് ഇവൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 1 ആണെന്ന് പറയുന്നുണ്ട്. WB എന്ന് പറഞ്ഞാൽ 4% ബൈ വെയിറ്റ് വിറ്റമിനാന്ന് പറയുന്നുണ്ട്. അപ്പം VB കിട്ടിയല്ലോ 9.32 എന്ന് കിട്ടി. അപ്പം നമുക്ക് എന്ത് കിട്ടി, എയർ എത്ര ഉണ്ട് അല്ലെങ്കിൽ വിറ്റമിൻ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കിട്ടി. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടുന്നതാണ് എന്ത്, വോളിയം ഓഫ് വോയിഡ്സ് ഇൻ മിനറൽ അഗ്രിഗേറ്റ്. അതായത് മിനറൽ അഗ്രിഗേറ്റ്സിനിടയിലുള്ള വോയിഡ്സ് എത്ര, വോളിയം ഓഫ് എയർ പ്ലസ് വോളിയം ഓഫ് വിറ്റമിൻ, ഇത് രണ്ടും കൂടെ കൂട്ടുന്ന 13.43%. ഓക്കെ, ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്, ഇത് പെർസെൻറ്റേജ് വോയിഡ്സ് ഇൻ വിറ്റമിൻ, അതായത് പെർസെൻറ്റേജ് വോയിഡ്സ് ഇൻ വിറ്റമിൻ, അതായത് എന്താ പെർസെൻറ്റേജ് വോയിഡ്സ് ഫിൽഡ് വിത്ത് വിറ്റമിൻ അല്ലെങ്കിൽ VFB ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എത്ര വോയിഡ്സിൽ വിറ്റമിൻ ഉണ്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കും, നമ്മുടെ അവസാനത്തെ ഇക്വേഷൻ VB ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ VMA. VB ഇവിടെ എത്രയാണ്, 9.32. വോയിഡ്സ് ഇൻ മിനറൽ അഗ്രിഗേറ്റ് എത്രയാണ്, 13.43. ഇത് ഇൻറ്റു 100 ചെയ്താൽ മതി. നമുക്ക് ആൻസർ എത്ര കിട്ടി, 68.43% വോയിഡ്സിൽ വിറ്റമിൻ ഉണ്ട്. ഇത്രയും കാര്യം നമുക്ക് മനസ്സിലായി. ഇങ്ങനെയാണ് മാർഷാൽ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിൽ തിയറി പോർഷനിൽ വരുന്നത്. പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. Okay, thank you.